പാപ്പാനെന്താ തിരിഞ്ഞിരുന്നു വരുന്നത്? ആനപ്പുറത്തുനിന്ന് ഓടിന്റെ പുറത്ത് അനന്തനോ? നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങൾക്ക് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വീടിന്റെ പൂമുഖത്താ വരേണ്ടത്, അല്ലാതെ അടുക്കള ചായ്പിലേക്കല്ല വലിഞ്ഞേറി വരേണ്ടത്. മനസ്സിലായോ? മനസ്സിലായില്ല. അനന്ത പത്മനാഭ. അനന്ത പത്മനാഭനോ? അദ്ദേഹം അങ്ങ് തിരുവനന്തപുരത്ത് പാൽക്കടലിൽ പള്ളി ഉള്ളതല്ലേ? നീ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. നിന്റെ വേഷം കെട്ടാൻ എന്റെ അടുത്ത് എടുക്കരുത്. ശങ്കരൻകുട്ടി എന്തോ എന്നാരെങ്കിലും വിളിയായിട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇറന്ന് വിളിക്കൂ. ഇങ്ങോട്ട് വരിക. ഓഹോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായടാ. ഒക്കെ എനിക്ക് മനസ്സിലായടാ. ആൾമാറാട്ടം നടത്തി എന്റെ പേരിൽ പാപ്പാനായിട്ട് നീ ഇവിടെ കൂടിയിരിക്കല്ലേ? വ്യക്തിത്വം പറയാതെ. ഒരു പാപ്പാനായി ജനിച്ച് പാപ്പാനായി വളർന്ന് പാപ്പാനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപ്പാനാണ് ഞാൻ. എന്റെ സിരയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പാപ്പാന്റെ ചുടി രക്തമാണ്. അങ്ങനെ കണ്ട ആപ്പയ്ക്കും ഊപ്പയ്ക്കൊന്നും പാപ്പാനാവാൻ പറ്റില്ലടാ കോപ്പേ. ഇന്നിവിടെ ചിലർക്ക് നടക്കൂടാ. അവിവേകം കാണിക്കരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഒരു പുളിയും പറയല്ലടാ. തൂങ്ങിച്ചാവാൻ നിന്നെ തൂക്കേറിന്ന് രക്ഷിച്ചെന്റെ അല്പം നന്നെങ്കിലും നിനക്കൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാലും നീ പാറ് പണി വരുന്നതാ. പൊളിക്കോടാ ഞാൻ ഇന്നെല്ലാം പൊളിക്കോടാ. എവിടെയാണ് മുല്ലയ്ക്കൽ? ഒന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഇവൻ കള്ളനാ. ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൻ ആനപ്പാപ്പാനല്ല, വ്യാജപ്പാപ്പാനാ. തെക്കേപ്പാട്ട ശങ്കരൻകുട്ടി ഞാനാ, ഇവനല്ല. ഈ പെരുങ്കള്ളനെ ഈ നിമിഷം പറഞ്ഞു. നന്ദി കേട്ടവൻ. നിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഇവരെ തന്നെ നീ തള്ളി പറയണം. എന്റെ അവസ്ഥയോ? അങ്ങനെ ഇവൻ മിണ്ടിപ്പോകരുത്. എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ഇവിടെ ഒരു ജോലി കിട്ടാനോ? അതിനാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിനക്ക് എന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് ഇവൻ എന്റെ കാല് പിടിച്ച് കരയായിരുന്നു. നീ എന്താ പറഞ്ഞേ? ചില്ലറ കള്ളങ്ങൾ പറയുമെങ്കിലും ഇവനാള് പാവമാണെന്ന്. സ്വന്തം കൂട്ടുകാരൻ കള്ളനാണെന്ന് പറഞ്ഞ് കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നത് ചില്ലറ കള്ളമാണോ? കേൾപ്പിച്ചില്ലേടാ നീ? എനിക്ക് ചീത്തപ്പേര് കേൾപ്പിച്ചില്ലേടാ? അങ്ങനെ ഞാൻ പറയുന്നത്. മിണ്ടിപ്പോകരുത്. എനിക്കൊന്നും കേൾക്കണ്ട. അറുപമ്പിളെ ഇവരെ പിടിച്ച് പുറത്താക്ക്. അങ്ങനെ ഞാനാ ഒറിജിനൽ പാപ്പാൻ. എന്റെ അച്ഛൻ പാപ്പാൻ, അച്ഛന്റെ അച്ഛൻ പാപ്പാൻ, അച്ഛന്റെ അപ്പൂപ്പന്റെ അമ്മായി പാപ്പാൻ, അമ്മായിയുടെ അമ്മൂമ്മ പാപ്പാൻ. ഇങ്ങനെ ഇരുന്ന് പിച്ചും പേയും പറയാതെ സ്ഥലം കാലിയാക്ക്. ഈ കളിയിൽ നീ വിജയിച്ചെന്ന് കരുതുന്നതാ. എനിക്ക് പാപ്പാനായില്ലെങ്കിലും വേണ്ട. 24 മണിക്കൂറിനകം നീ പാപ്പാനുപോലെ ഒരു കോപ്പമല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചിരിക്കും. നീ എന്ത് വിളിച്ചു കൂവിയിട്ടും ഒരു കാര്യമില്ല. മതമിളകി നിന്ന കൊലകൊമ്പനെ തളച്ച ഈ ശങ്കരൻകുട്ടിയാണ് ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള പാപ്പാൻ ശങ്കരൻകുട്ടി. ആനകളുടെ ABCD അറിഞ്ഞാത്ത നീ കൊലക്കൊമ്പനെ തളച്ചല്ലേ? തളയ്ക്കേണ്ടി വന്നു. നമുക്ക് കാണാം. ഞാൻ ഇപ്പൊ പോകുന്നു. അതാ നല്ലത്. പക്ഷെ ഞാൻ തിരിച്ചു വരും. ഒറ്റയ്ക്കല്ല. നീ കാശ് കൊടുക്കാനുള്ള നാട്ടുകാരുടെ വലിയൊരു ജാഥയെ നയിച്ചുണ്ട്. ജാഥ ക്യാപ്റ്റനായി. ഓക്കേ? ഞാൻ പറഞ്ഞു നിനക്ക് ഫീൽ ചെയ്തില്ലേ? എനിക്കൊരു ഫീലിംഗും ഇല്ല. അല്ല, നിന്റെ മുഖം കണ്ടാൽ അറിയാം. വല്ലാത്ത അമർഷവും വിഷമവും ഉണ്ട് നിനക്ക്. ഒന്നും തോന്നരുത്. ഈ തറവാട്ടി കയറി പറ്റാൻ ഇങ്ങനെ ഒരു വഴിയെ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഈ തറവാട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്തിനാണ് ഇവിടെ കയറി പറ്റുന്നത്? അതൊക്കെ ഞാൻ സൗകര്യം പോലെ പറഞ്ഞുതരാം. നീ ഒന്നും പറയണ്ട. നിന്നെ പോലെ ഒരു ഭൂലോക തട്ടിപ്പുകാരൻ ഇവിടെ ആൾമാറാട്ടം നടത്തി കഴിയുന്നതിന്റെ പിന്നിലുള്ള കാര്യമൊക്കെ എനിക്കറിയാം. മോഷണം, അതിവിടെ ധാരാളം സ്കോപ്പ് ഉണ്ടല്ലോ അല്ലേ? അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും. എനിക്ക് നിന്നെ കുറിച്ച് ഒരു ധാരണയും ഇല്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇവിടെ ഒരു ജോലി, അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. എനിക്ക് സഹായത്തിന് ഒരു 2ാം പാപ്പാനെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അങ്ങനെ എതിർക്കാൻ വഴിയില്ല. പക്ഷെ ഞാൻ എതിർക്കും. ആനപ്പിണ്ടത്തെ കുറിച്ച് പോലും അറിഞ്ഞൂടാത്ത നീ 1ാം പാപ്പാൻ, ഞാൻ 2ാം പാപ്പാനല്ലേ? നിന്റെ പദ്ധതികളൊക്കെ ഞാൻ പൊളിക്കൂടാ. നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാവും. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ശരി, ചില ഉപാധികളോടെ ഞാൻ സമ്മതിക്കാം. 1ാം പാപ്പാന്റെ ശമ്പളം എനിക്ക്, 2ാം പാപ്പാന്റെ ശമ്പളം നിനക്ക്. അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. 1ാം പാപ്പാന്റെ ശമ്പളം എനിക്ക്, 2ാം പാപ്പാന്റെ ശമ്പളം നിനക്ക്. അതെ. കൂടിയ ശമ്പളം നിനക്ക് തന്നാ പോരെ? ഞാന് അങ്ങന്റെ അടുത്തൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വരാം.
ഇതൊരു കീഴടങ്ങലല്ല, തന്ത്രമാ. നിന്നെ പുകച്ച് പുറത്തിയടിച്ച് ഞാൻ ഇവിടുത്തെ ഒന്നാം പാപ്പാനാകുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ഏയ് ഏ? ദാ കോടാലി. ആനയെ മേയ്ക്കാൻ കോടാലിയുടെ ആവശ്യമില്ല, എന്റെ കയ്യിൽ തോട്ടിയുണ്ട്. പക്ഷെ തോട്ടി കൊണ്ട് വിറക് കീറാൻ പറ്റില്ലല്ലോ. എന്താ ഉദ്ദേശം മനസ്സിലായില്ല. ആദ്യം ഈ വിറക് മുഴുവൻ കീറിയിട്, എന്നിട്ടാവാൻ സംസാരം. ആനപ്പാപ്പാന്റെ പണി വിറകറിലല്ല, ആനയെ മേയ്ക്കല. പാൽപ്പാനോ? അതെ, പാൽപ്പ. ഇതായത് എടോ, പുറംപണിയൊക്കെ താൻ അസലായിട്ട് ചെയ്യുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താൻ അങ്ങ് സമ്മതിച്ചത്. പുറംപണിയോ? ആ, എടാ ദ്രോഹി, അപ്പൊ ഇതാണ് നിന്റെ ഒത്തീർപ്പല്ലേ? നീ എനിക്കൊരു കോടാലിയായിട്ടാണല്ലോ അവതരിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ വിടില്ല. എന്താ പകൽക്കിനാവ് കാണാറുണ്ടോ? ഈ വിറക് കീറിയിട്ട് വേണം തേങ്ങ പതിക്കാൻ. വിറക് കീറാനും തേങ്ങ പതിക്കാനുമേ ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ല, പാപ്പാന്. അങ്ങനെ ഇനി ഒരു പാപ്പാന്റെ കൂടി ആവശ്യം ഇവിടെ ഇല്ല. തന്റെ വീട്ടിലെ കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ തന്നെ ഇവിടെ പണിക്ക് നിർത്തിയത്. എന്റെ വീട്ടിൽ അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല. പുറംപണി ചെയ്യാൻ പറ്റി താവടുന്ന് പൊയ്ക്കോ. വൃത്തിയായി മതിയായി. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന്. ഇനി ഗായത്രിക്ക് പണിയില്ലാണ്ടാവുമല്ലോ. അതെന്താ? അല്ല, തുണിയലക്കാനും പാത്രം കഴുകാനും ഒക്കെ പുതിയ ആളായല്ലോ. പോകുന്നില്ല. ആദ്യം ആൾമാറാട്ടം, ഇപ്പൊ റൊമാൻസ്, ഇനി വച്ചിട്ടുണ്ടടാ കോടാലി. എവിടെ കീറണ്ടേ? ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഓ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിയാം. ഓ, ഇതെന്താ ഇത്? സാമ്പാർ. അതല്ല, ഈ സാമ്പാറിനകത്ത് എന്താണെന്ന്. ഉണക്കമീൻ. ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് ഉണക്കമീൻ ആരായിട്ടത്? ഞാനാ ഇട്ടത്. ഈ വെണ്ടക്ക സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഉണക്കമീൻ സാമ്പാർ. പാപ്പാമാർക്ക് ഇത് വളരെ ബെസ്റ്റാ. ഞാനൊരു ബ്രാഹ്മണനാണെന്ന് നിനക്കറിയില്ലേ? അറിയാലോ, അതുകൊണ്ടല്ലേ ഇട്ടത്. എന്ന് മുതലാണ് നീ ബ്രാഹ്മണനായത്? നീ ശങ്കരൻകുട്ടി നായരല്ലേ? ഒരു നായർക്ക് ഉണക്കമീനും പോത്തിറച്ചൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. എന്നാ ഇത് മുഴുവൻ നീ എന്നെ കഴിച്ചോ. താങ്ക് യു. പക്ഷെ അച്ചാറെങ്കിലും നീ എടുക്കരുത്. അച്ചാറുണ്ടോ ഇവിടെ? അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കല്ലേ നീ? അതെടുക്കരുത്. ഓ. എനിക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തോണ്ടാ. നിനക്ക് മാത്രമായിട്ട് അങ്ങനെ സ്പെഷ്യൽ അച്ചാർ വേണ്ട. ഇത് ഞാൻ വേറെ കഴിച്ചോളാം. ഒരു കറിയും ഇല്ലാത്തോണ്ടാ. അറിയില്ല, എന്നാ അതും വിഴുങ്ങിക്കോ. പിടിക്കോളാം. നല്ല ടേസ്റ്റ്. എന്താ ഇത്? മത്തേഭ ഉദര കൃമീര കൃതം. അതെന്താ? കുഴപ്പമൊന്നുമില്ല, അത് ആനയ്ക്ക് വയറിളക്കാനുള്ള മരുന്നാ. ഇപ്പോ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളെ പത്രങ്ങളിലുള്ളൂ. ഈശ്വരൻ നമുക്ക് തന്ന ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത് പാവമാണ്. പാപം. അങ്ങനെ നമ്മുടെ രണ്ടാം പാപ്പാൻ രോഹിതാക്ഷൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകും. എന്താ കാര്യം? കാര്യമൊന്നും അറിയില്ല. പ്രേമ നൈരാശ്യമോ ജീവിത നൈരാശ്യമോ അങ്ങനെ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അനുസരിക്കില്ല. എന്താ ചെയ്യാ? പോണു. അങ്ങനെ നിൽക്കൂലേ? ഞാനിപ്പോ നിന്നാ ശരിയാവൂല. ലോഹിതാക്ഷ, നീ ഒരു സാഹസം ചെയ്യരുത്. എനിക്കിപ്പോ ഇത് ചെയ്താൻ പറ്റൂ. നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ലോകത്തൊരു പരിഹാരമേ ഉള്ളൂ. എന്താണ്? അതിനാ ഞാൻ പോകുന്നത്. അരുത്. ഒരു പെണ്ണിന് വേണ്ടി നീ ഇത് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞു. എന്തേ? വൃത്തികെട്ടവൻ. ഇതിലും ഭേദം അവൻ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. കയ്യിലിരുന്ന പേപ്പർ എവിടെ? അത് അവനോടുത്തു.